ഉമ്മ ഒരു 120 ഫിഷ് ഫുഡ് തീർന്ന്. ഇവിടെ പുട്ടോടി മാറിയിട്ട് വരാ. കുട്ടീന്റെ വാപ്പാ കൊണ്ട് വരാ. എന്തോന്ന്? എന്ത് മീൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നീ നിനക്കറിയുന്ന കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞാൽ കേട്ടാ. ഞാനും കുറെ മീൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അല്ല നിന്റെ കടുവിന്റെ അത്രയുള്ള ഗപ്പിയൊന്നും അല്ല. ഓ നീ ഇത്രയുള്ള കൊമ്പസാനുള്ള ചെന്ന് പോടേ. മരിച്ചു വാപ്പേ പറഞ്ഞു. പിന്നെ മീനെ പറഞ്ഞിട്ടല്ലേ ഒരു സൂര്യനും തരൂലല്ലേ ഈ പിള്ളേര്. അതൊക്കെ ആശ്രയ അല്ലനും ഒരു ഒച്ച പോലും പുറത്തു കേൾക്കൂലല്ല. ആശ്ര നിന്റെ ഷർട്ടാണോ എനിക്ക് തരാൻ? അവളെന്നെ ഇപ്പൊ തിരിഞ്ഞു നോക്കും. നോക്കിയോ? സെപ്റ്റംബർ 5-ാം തീയതി നീ മലറിയ പോലെ അവളിനെ തിരിഞ്ഞു നോക്കില്ല. തിരിഞ്ഞു നോക്കാൻ വേണ്ടി മാത്രം എന്ത് ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ള? അവളെ നോക്കുന്ന 150 ആളുകൾ ഒരാൾ മാത്രമാണ്. നീ ഒരാൾ. അതിനൊക്കെ 150 പേരാ. എന്റെ നിർഗുണമേ, അതൊരു അതിശോക്തി പറഞ്ഞ് അതിക്കരെ പിടിക്കല്ലേ. ആശ്ര അവള് നിന്നെ നോക്കാൻ വേണ്ടി മാത്രം എന്തെങ്കിലും കഴിവുണ്ടോ? എന്തെങ്കിലും ഒരു കഴിവ് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളൊക്കെ പുറത്തെടുത്ത് അത് വികസിപ്പിച്ച് ആർജവമുള്ള ഒരു യുവജനതയായി നിങ്ങൾ മാറണം. നമ്മുടെ പ്രിയങ്കരനായ അബ്ദുൽ കലാം സാർ പറഞ്ഞതുപോലെ നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല ജല്ലല്ലേ റോസ് വാട്ടർ സ്മെല്ലല്ലേ മുത്ത് കായ്ക്കണ ഷല്ലല്ലേ അല്ലേ അല്ലേ ഹാർട്ട് ബീറ്റിന് ഡ്രമല്ലേ വീണ് കിട്ടിയ ജമ്മല്ലേ ഡിസ്നി തോട്ടൊരു ബൊമ്മല്ലേ അല്ലേ അല്ലേ സരന്തരായി മനസ്സ് നിരന്തരം നീ തപസ് കുലുങ്ങലായി കൊലുസ് മൃദംഗമായി ഞാൻ അനുരാധ. ആശ്ര നീ ഇങ്ങനെ പാമ്പ് ഇളഞ്ഞിരുന്നെങ്കിൽ നിൽക്കാതെ പോയി ഇഷ്ടമാണെന്ന് പറയടാ. അല്ലേ ഞാൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക് പോയി ഇഷ്ടം എന്ന് പറയുന്ന? ഒറ്റയ്ക്കാ? എടാ ഞാനില്ലേ. കണ്ടോ? അല്ലേ വേണ്ട, ശരിയാവൂല. നല്ല അവസരം ഉണ്ടോ? ക്ലൈമറ്റ് ശരിയല്ല, അതുപോലെ എന്റെ മൂടി ശരിയല്ല. നല്ല തണുത്ത ക്ലൈമറ്റ് പോ. ആശ്ര പോടാ. അളിയ നീ എന്നെ ഒറ്റയ്ക്കാക്കി എന്റെ കൂടെ വന്നാണ്. അതൊക്കെ പിന്നെ നടക്കും. പടച്ചതല്ലേ വല്ലിപ്പ ചിരിച്ചതല്ലേ കോൾക്കേനോ തിളച്ചതല്ലേ നീ ഓക്കേ സൊല്ലേടി അടവമ്മ